ആ സാമ്പാറിന്റെ മണം ശരിയല്ലല്ലോ. ലേശം കായം കൂടി ആവാം. മണം കൊണ്ട് അറിയാൻ പറ്റുമോ? കൊണമറിയാൻ രുചിച്ചു നോക്കണ്ട, മണം കിട്ടിയാ മതി. തൊട്ടു നക്കി പോയാ പിന്നെ അത് എച്ചിലായി പോയില്ലേ. ഉണ്ണി, ആ അവിയലിൽ ഉപ്പ് കുറച്ചുകൂടെ ഇട്ടേ. അല്ലേ, അതിന് അവിയലിന് ഇവിടെ നുറുക്കുന്നല്ലേ? ഇവിടെ നുറുക്കുന്നേ ഉള്ളൂ. എന്നിട്ട് പോലും എനിക്ക് അതിന്റെ മണം കിട്ടി. ഈ പാചക വിദ്യ എന്ന് പറയുന്നത് കളിച്ച കാര്യമല്ല, അതൊരു തപസ്സാ. അതാ വരാൻ പോണ കാര്യം മുൻകൂട്ടി അറിയണത്. ഇതൊരു വല്ലാത്ത ജന്മം തന്നെ. അതെ, ഇതൊരു വല്ലാത്ത ജന്മം തന്നെയാ. ഞാൻ ഇതുവരെ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. എന്താ ഉണ്ണി, താൻ അടുത്ത തിങ്കളാഴ്ച ലീവ് എടുത്തേ പറ്റൂ. എന്താ കാര്യം? നമ്മുടെ പുഞ്ചിരി ചേച്ചിയുടെ 28 കെട്ടാ. പുഞ്ചിരി ചേച്ചിയുടെ അല്ല, പുഞ്ചിരി ചേച്ചിയുടെ കുട്ടിയുടെ 28 കെട്ട്. സദ്യയുടെ കാര്യങ്ങളൊക്കെ എന്നെ ഏൽപ്പിച്ചിരിക്കണേ. എനിക്കൊരു കയ്യാള് വേണല്ലോ. താ ഒരു കാര്യം ചെയ്യ്, താൻ ലീവ് എടുത്തിട്ട് എന്റെ കൂടെ കൂടിക്കോ. ഞാൻ നിങ്ങൾ നക്കാപ്പിച്ച് പിടിച്ചിട്ടുണ്ട്. എന്താ ഉണ്ണി ഈ പറയണേ? ഒരു പാചകക്കാരന്റെ മട്ടും ഭാവൊക്കെ ഞാൻ പരിശീലിക്കല്ലേ. അതെന്റെ 16 അടിയന്തരത്തിന് മതി. കുട്ടത്തി വിടാനേട്ടാ. എന്റെ ഉണ്ണി ചതിച്ചല്ലോ. പച്ചടി മുഴുവൻ അടി പിടിച്ചു പൊങ്ങഞ്ഞു പോയി. എന്തോടോ നോക്കിക്കാതെ വെള്ളത്തിലോട്ട് ഇറക്കി വെക്കണോ? എടുത്തു വെക്ക്. അതെ, ഇനിയിപ്പോ എന്താ ചെയ്യാ? തലയെ കൂടെ കൊടി വെച്ചോ. അപ്പൊ ഈ കറി മുഴുവൻ വേസ്റ്റാവില്ലേ? പിന്നെ അത് മുഴുവൻ പോയിച്ച് നാശമാക്കി വെച്ചു. ഒന്ന് പതുക്കെ പറ. ആ തള്ള കേട്ടാ നമുക്ക് കുറച്ചില്ല. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇതൊക്കെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവാ. സദ്യക്ക് വേണം. എന്നിട്ട് വേണം നാളെ കള്ളടിക്കുമ്പോ എടുത്തു വെച്ച് നക്കാൻ. ഇടോ നോക്കിക്കാൻ നെയ്യും പഞ്ചസാര അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ എടുത്ത് അതിലിടണോ? നാളെ ഒരു സ്വീറ്റ് ആക്കി കൊടുക്കാം. എന്റെ അളിയ, അതിനല്ലേ ഞാനിത് പുകച്ചത്. ഞാനിപ്പോ പുകച്ച. ഇനി എന്നെ തല്ലരുത്. തല്ലിയാൽ നീ തല്ലോ. തല്ലോ ഇനി തല്ലിയാ ഞാൻ കൊള്ളുന്നു. എങ്ങനെയാണോ ഇതിനെ ഇങ്ങനെ ആക്കി വെച്ചത്? ഇതിന് വല്ലാത്തൊരു ടേസ്റ്റാ. ഒന്ന് പതുക്കെ പറ. ഇതെന്ത് സ്വീറ്റാ? ഇതൊരു പ്രത്യേകതരം പ്രിപ്പറേഷനാ. കഴിച്ചിട്ട് എന്താ പറഞ്ഞത് ഞാൻ നോക്കണ്ടേ? ആ, വല്യമ്മ ഇപ്പോഴും ഉണ്ടാ. ഇനി ആർക്കാ വേണ്ടേ? ഇനി ആർക്കാ വേണ്ടേ ചോദിച്ചോളൂ. അതെ, എന്താ വേണ്ട, പുക ചോദിക്കുന്നു. ഞാൻ അപ്പഴേ പറഞ്ഞതാ, പുക കുറച്ച് ചേർത്താ മതി. ഉണ്ണി, ആ ബർത്ത്ഡേ സ്പെഷ്യൽ ഉണ്ടല്ലോ, അത് എരിശ്ശേരി. അയ്യോ, ഞാനല്ല, ഉണ്ണി പറ്റിച്ച പണിയാ. എന്തായാലും നന്നായിരിക്കുന്നു. റിയലി ഡെലീഷ്യസ്. കുറച്ചുകൂടെ തന്നോളൂ. വലിച്ചു വാരി തിന്നാ വയറിളകു ഒളിയാ. പുതിയ ഐറ്റം ലേശം കൂടെ ആവാം. എന്താ ഇതിന്റെ പേര്? ഇത് പിന്നെ ഈ ഉണ്ണിയപ്പം പോലെ ഒരു ഉണ്ണിമധുരം. ഉണ്ണിമധുരം. ഇനി ആർക്കാ ഉണ്ണിമധുരം വേണ്ടത്? വരുന്നു. കഴിച്ചോളൂ. പ്രായമായവർക്കും കുട്ടികൾക്കും ഒക്കെ കഴിക്കാവുന്ന സാധനമാണ്. കഴിച്ചിട്ട് വിശേഷം നീ പറഞ്ഞോളൂ കേട്ടോ. എല്ലാം ചെല്ലും. അത് ഇനി ആർക്കാ വേണ്ടേ? എന്റെ പൊന്നുമോൻകുട്ടൻ എന്താ വേണ്ടേ? ഉണ്ണിമധുരം വേണോ, ഉണ്ണിയപ്പം വേണോ, അതോ പട്ടാളത്തിൽ ചേരണോ? ഓ വേണ്ട. പുഞ്ചിരി ചേച്ചി, ദേ ആളെ പിടിച്ചോണ്ട് വന്നിട്ടുണ്ട്. ഞാനൊക്കെ പറഞ്ഞ വാക്കാ. മിലിറ്ററി എന്തിനാ ചേച്ചി എന്നെ വിളിപ്പിച്ചേ? ഇതെന്താണ് വേറെ? ഉറക്കത്തിന് വിളിച്ചു കൊടുത്തിട്ട് കളിയാക്കാതെ ചോറ് വിളമ്പ് ചേച്ചി. ചോറെന്ന് പറഞ്ഞ കാര്യം വിളമ്പാൻ. അല്ല, എനിക്കങ്ങ് വയ്യ. അത്യാവശ്യം എന്ന് പറഞ്ഞ എന്നെ പിടിച്ചോണ്ട് നിലത്ത് അത് ചാടിപ്പിച്ചതല്ലേ? അതൊക്കെ ശരിയാ. അപ്പോഴങ്ങനെ തോന്നി. ഇപ്പൊ ഉണ്ണിയെ കണ്ടപ്പോ മിഴുങ്ങാനും വയ്യ, ഛർദിക്കാനും വയ്യാത്ത പരുവായല്ലോ. ദൈവം ധൈര്യമായിട്ട് ഇങ്ങോട്ട് ഛർദിച്ചോ. എനിക്ക് കാര്യം പറയാ ചേച്ചി. ഒന്നും അറിയാത്ത പോലെ. സത്യം പറ, ഉണ്ണി കുഞ്ഞ് അറിഞ്ഞില്ല? അറിഞ്ഞു, തേങ്ങാക്കൊല. എന്റെ ഉണ്ണി നീങ്ങി വന്നേ, ഇതൊന്നും ശരിയാവില്ല. ഉരുളി കമത്തിയതും തൊഴുത് പിടിച്ച് പ്രാർത്ഥിച്ചതും ഒന്നും വെറുതെ ആയില്ല. അയ്യോ, എനിക്ക് മേലെ പറയണ്ട, ആംഗ്യം കാണിച്ചാ മതി. ഇതിന്റെ ഇടയിൽ മിലിറ്ററിക്കാരൻ എപ്പോഴാ വന്നേ? ചേച്ചിക്കല്ലോ. പിന്നെ ആർക്കാ? ചേട്ടത്തിയമ്മയ്ക്ക്. അയ്യോ പാവം, ഇതിന് തന്നെയാടാ. ഒന്ന് ചുമ്മാ ഇരിക്കടോ എന്റെ ഉണ്ണി കുഞ്ഞേ. ദൈവമേ, ഞാൻ എങ്ങനെ? അമ്മയ്ക്കല്ലേ അങ്ങ് ഇരിക്കപ്പെടുത്തിയില്ലായിരുന്നു, ഇപ്പൊ സമാധാനമല്ലോ. എന്റെ ഉണ്ണി കുഞ്ഞേ, ഈ മനം പുരട്ടലും ഛർദിലും ഒക്കെ ആർക്കാന്നറിയാവോ? ദേവകി ചേച്ചിക്കാ. അതേന്ന് ദേവകി ചേച്ചിക്ക്. ദേവകി ചേച്ചിക്ക് ആ ഗർഭം, അതുപോലെ ഗ്യാസ് ദഹനക്കണോ മറ്റോ ആയിരിക്കും. എന്ത് പറഞ്ഞാലും ഗർഭം. എന്റെ കുഞ്ഞിനാണ് സത്യം. അയ്യോ, അപ്പൊ അത് നേരെവോ? ഒരു വീണ്ടും വിചാരമില്ലാതെ ഈ പ്രായത്തില് ഇനി ഞാൻ ആളുകളുടെ മുഖത്ത് എങ്ങനെ നോക്കും? ഇയാൾ ആളുകളുടെ മുഖത്തൊന്നും നോക്കണ്ട. നാണക്കേട്. ഇതിലൊക്കെ എന്താ ഇത്ര നാണക്കേട്? അവർക്ക് 90 10 ആയിട്ടില്ലല്ലോ. ഈശ്വരൻ കൊടുത്താ കൈനീട്ട് വാങ്ങിക്കാല്ലാതെ എന്തോ ചെയ്യും? അതെ, തള്ളക്ക് പിള്ളയെ കൊടുക്കുന്ന ഈശ്വരനല്ലോ ഈശ്വര പിള്ളച്ചേട്ടൻ. നീയൊക്കെ തലയിൽ മുണ്ടിട്ട് നടന്നോ? ഒരു പെൺകുഞ്ഞും കൂടി വേണോന്ന് ഈശ്വരള്ളമാവൻ എന്നേ ആഗ്രഹിച്ചാന്നറിയോ?
ഈശ്വരമുള്ള അമ്മാവൻ പണ്ടേ ഒരു വാശിക്കാരനാ. ദേ ഇത് പെൺകുഞ്ഞല്ലെങ്കിൽ ദേവ ചേച്ചി ഇനിയും പ്രസവിക്കുന്നു. അയ്യോ ദേ നീ പോയി പ്രാർത്ഥിക്ക് ഇത് പെണ്ണാവാൻ, അല്ലെങ്കിൽ നിന്റെ അച്ഛൻ ഇതിനേക്കാളും വലിയ അക്രമം കാണിക്കും. അയ്യേ അമ്മയുടെ മേൽ മുഴുവൻ മൂത്രം ഒഴിച്ചല്ലേ മോനെ. ഉണ്ണി ഒന്ന് പിടിച്ച് ഞാൻ ഇപ്പൊ വരാം. ഉറക്കം വന്നിട്ടാ? 60-ാം വയസ്സിലല്ലേ വാശി, നേരെ എടുത്ത് പഠിക്കേ. ഇനി ഇതിന്റെ ഒക്കെ ആവശ്യം വരുമല്ലോ. ഓ ഇതൊക്കെ ഒരു ഭാഗ്യം തന്നെയാണേ. അയ്യോ അപ്പൊ അടുത്ത വിഷു ആവുമ്പോഴേക്ക് ഇതുപോലെ ഒരു അനിയൻ ആ. അല്ല അനിയത്തി. അതന്നെ. അയ്യേ അയ്യോ എന്താ എന്താ അവൻ തൂറി? ഏയ്. എന്തോ മക്കളെ. വാ, വാ, ഉണ്ണീഷ്ണ വാ. അടുത്ത വിഷു ആവുമ്പോഴേക്കേ രാരീരീരാരീരീരാരോ രാരീ. ചുമ്മാ ഇങ്ങനെ നിക്കാതെ ഏതെങ്കിലും മാവിന്റെ ഒട്ടി പോയി മേപ്പോട്ടെറി. നല്ല പച്ചമാങ്ങ കിട്ടും. അമ്മേ അമ്മേ ഓ അമ്മേ 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 ആ എന്താടാ? പതിവില്ലാതെ ഇപ്പോ എന്താ അത്? ഭീമനോ മറ്റോ ആയിരുന്നെങ്കിൽ ഞാൻ ഒരു മാവ് മുഴുവൻ മൂടോടെ പിഴുതോണ്ട് വന്നേനെ. നാട് മുഴുവൻ സദ്യ വെച്ച് നടക്കുന്ന അച്ഛന് വീട്ടിലൊരു സദ്യ ഒരുക്കാൻ ഇതൊരു പെൺകുഞ്ഞായിരിക്കും. അമ്മേ അമ്മേ അമ്മ എന്തിനാ കരയുന്നത്? 4 പേരുടെ മുമ്പിൽ നിങ്ങൾക്ക് നാണക്കേടാ, എനിക്കറിയാം. ഞാനിത് നാട് മുഴുവൻ പറഞ്ഞു നടക്കും. വേറെ ആർക്കും ഇല്ലാത്ത ഈ ഭാഗ്യം. അമ്മയോട് എനിക്കങ്ങ് ഭയങ്കര ഇഷ്ടം തോന്നുവാ. എനിക്ക് രാമുവിന്റെ കാര്യം ഓർക്കുമ്പോഴ. അയാൾ നമ്മുടെ ആരാ? ആരുമല്ലല്ലോ. പെറ്റ വേറിന്റെ പ്രതികാര അതങ്ങനെ വരൂ. ദേ നല്ല പുളിയുള്ള മാങ്ങയാ, ഉപ്പും കൂട്ടി തിന്നാൻ നല്ല രസാ. ഇങ്ങനെ കരഞ്ഞിട്ട് എന്താ കാര്യം? ആരെങ്കിലും വന്ന് കണ്ട എല്ലാരെ കൊണ്ടും പറയിക്കാം. എന്ത് തലയിലെഴുത്താ ഇത്? ജീവിച്ചെനിക്ക് മതിയായി, ചത്താ മതി. അടങ്ങ് ദേവു, എന്ത് ഭ്രാന്ത ഇത്? രാമകൃഷ്ണന്റെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? അവനില്ലാത്ത ഭാഗ്യം നമുക്ക് എന്തിന്? ദൈവനിശ്ചയം എങ്ങനെയാണെന്ന് ആർക്ക് പറയാൻ പറ്റും? ഒരുപക്ഷെ അവൻ വളർത്തിക്കൊള്ളുമായിരിക്കും. പെൺകുട്ടിയാണെങ്കിൽ നമുക്ക് വളർത്താൻ പെണ്ണ് ആഗ്രഹിച്ചല്ലേ. എനിക്ക് പെണ്ണിനെയും വേണ്ട ആണിനെയും വേണ്ട. ഈ ഇരിപ്പി ഭൂമി പടർന്നങ്ങ് പോയാ മതി. എനിക്കും ഉണ്ട് നാണക്കേട് എന്ന് വിചാരിച്ചിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? സർക്കാർ ആശുപത്രി പോണോ? പോകാം. ഇക്കാലത്ത് അതൊരു പാവമൊന്നുമല്ല. ദൈവദോഷം പറയാതെ. നമുക്ക് തന്നത് നമുക്കുള്ളത് തന്നെയാ, നമ്മുടെ